ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പ്രവർത്തന സൗകര്യങ്ങളുടെ കുറവിൽ വീർപ്പുമുട്ടുന്നതിനിടെ പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ വീണ്ടും സജീവമായി. സ്റ്റേഷനു വേണ്ടി അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ഉന്നതതല സംഘം ചെറുപുഴയിൽ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് പരിശോധന നടത്തി. ചെറുപുഴ ബസ് സ്റ്റാൻഡിന് സമീപത്തെ മത്സ്യമാർക്കറ്റ് പ്രദേശവും ഭൂദാനം റോഡരികിലെ സ്ഥലവുമാണ് പ്രധാനമായും സംഘം പരിശോധിച്ചത്. സ്റ്റേഷൻ പ്രവർത്തനങ്ങൾക്കാവശ്യമായ സ്ഥലവിസ്തൃതി, വാഹന പാർക്കിംഗ് സൗകര്യം, പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകുമോ തുടങ്ങിയ കാര്യങ്ങൾ സംഘം വിലയിരുത്തി. 10 വർഷം മുൻപാണ് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ നിലവിലെ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ കാലക്രമേണ കേസുകളും ജനസാന്ദ്രതയും വർദ്ധിച്ചതോടെ സ്റ്റേഷനിലെ സ്ഥലപരിമിതി രൂക്ഷമായി. പരാതിക്കാരും പോലീസുകാരും ഒരേ സമയം എത്തുമ്പോൾ പോലും ആവശ്യമായ സൗകര്യങ്ങൾ ലഭിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മൂലം പോലീസുകാർ കടുത്ത ബുദ്ധിമുട്ടുകൾ നേരിടുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട്. സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ നേരത്തെ തന്നെ ഫണ്ട് അനുവദിച്ചിരുന്നുവെങ്കിലും അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതിനാൽ പദ്ധതി നീണ്ടുപോകുകയായിരുന്നു. ഇതോടെയാണ് ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് നടപടികൾ വേഗത്തിലാക്കിയത്. പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും പഞ്ചായത്ത് അധികൃതരും ചേർന്നാണ് ഇന്നലെ സ്ഥലങ്ങൾ സന്ദർശിച്ച് പരിശോധന നടത്തിയത്. പരിശോധനയ്ക്ക് ശേഷം അന്തിമമായി അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുത്ത് സർക്കാർ തലത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് സൂചന. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിന് 5 കോടിയോളം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി പറഞ്ഞു. അടുത്ത ദിവസത്തിൽ ജനകീയ കമ്മിറ്റി വിളിച്ചു ചേർത്ത് സ്ഥലം കണ്ടെത്തുന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ 2015 കാലഘട്ടത്തിൽ തന്നെ ചെറുപുഴ പഞ്ചായത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ വന്നിരുന്നു. പോലീസ് സ്റ്റേഷൻ നിലവിൽ സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് അന്നത്തെ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഒരു വാടക കെട്ടിടത്തിലാണ് ആ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിരുന്നത്. അതിനുശേഷം 10-11 വർഷത്തിനിപ്പുറം അതിൽ ഇപ്പോഴത്തെ ആധുനിക രീതിയിലുള്ള പോലീസ് സ്റ്റേഷനും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ കേരളത്തിലുടനീളം എല്ലാ പോലീസ് സ്റ്റേഷനിലുമായി. അപ്പം ചെറുപുഴ പഞ്ചായത്തിൽ ഇപ്പം സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ കെട്ടിടമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ഭരണസമിതി കാലഘട്ടത്തിൽ തന്നെ ഏകദേശം 5 കോടി രൂപയുടെ അടുത്ത് അതിൻ്റെ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള ഒരു ഫണ്ട് അനുവദിച്ചിരുന്നു. ഇപ്പോൾ എങ്കിൽ പോലും പഞ്ചായത്തിൽ അതിന് പോലീസ് സ്റ്റേഷൻ സ്വന്തമായിട്ട് സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ DYSP അടക്കമുള്ളവർ പഞ്ചായത്തിൽ വരികയും ഞങ്ങൾ സംയുക്തമായിട്ടൊരു പരിശോധനയൊക്കെ നടത്തി അതിനാവശ്യമായൊരു സ്ഥല സൗകര്യം ഒരുക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അപ്പം പഞ്ചായത്തിൻ്റെ പല സ്ഥലങ്ങളും പഞ്ചായത്തിൻ്റെ അധീനമുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയെങ്കിലും അതിനൊരു റോഡ് ആക്സസും അതിൻ്റെ അത്ര സൗകര്യപ്രദമായ സ്ഥലങ്ങളല്ല ഉള്ളത്. പുതിയൊരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി ശ്രദ്ധിക്കുകയാണ്. അതിന് ഇന്നലെ DYSP അടക്കമുള്ളവർ, CI DYSP അടക്കമുള്ളവർ ഞങ്ങൾ ചില സ്ഥലങ്ങൾ കണ്ടിരുന്നു. അധികം താമസിക്കാതെ ഈ ചെറുപുഴ ചെറുപുഴയിൽ നിന്ന് വിട്ടുപോകാതെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉള്ളിൽ തന്നെ ഈ ചെറുപുഴ സമീപ പ്രദേശത്ത് തന്നെ ഒരു ആധുനിക രീതിയിലുള്ളൊരു പോലീസ് സ്റ്റേഷൻ സ്ഥല സൗകര്യം ഒരുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി. അപ്പം വിശാലമായ ഒരു ജനകീയ കൺവെൻഷനൊക്കെ വിളിച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഒരു മീറ്റിംഗൊക്കെ വിളിച്ചു ചേർത്തിട്ട് ആവശ്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുകയാണ്. പഞ്ചായത്ത് ഏകദേശം ഒരു 3-4 സ്ഥലം ഇപ്പം കണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും, മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.